Hello, good morning. Good morning, ma'am. Good morning, ma'am. Morning, ma'am. അയ്യോ എല്ലാവരും ജോയിൻ ചെയ്തോന്നാവോ? സുഖമല്ലേ എല്ലാവർക്കും? ക്ലാസ്സസ് ഒക്കെ നന്നായി പോകുന്നില്ലേ? ഓക്കെ. ഇത്രയും കുട്ടികൾ ജോയിൻ ചെയ്യാറുള്ളോ? അല്ല മാം, 75-80 അറേഞ്ച് ഉണ്ട്. ആണോ? എന്താ അവര് വൈകുന്നത്? എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണോ? ക്ലാസ്സോടെ പകുതി ആകുമ്പോഴാണോ കയറുന്നേ? ആണെങ്കിൽ നമുക്ക് വിട്ടേക്കാം. നമ്മള് നമുക്ക് പിടിക്കാൻ പറ്റാത്തവരാണ്. അപ്പൊ എല്ലാ ദിവസവും അങ്ങനെ ലേറ്റ് ആയിട്ട് കയറുന്നവരാണോ? അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടോ? അല്ലെങ്കിൽ ഞാനാണെന്ന് വിചാരിച്ചിട്ട് ലേറ്റ് ആകുന്നതാണോ? അറിയാമോ നിങ്ങൾക്ക്? അറിയില്ല മാം. ആണ്. ഓക്കെ, അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മള് ക്ലാസ്സിൽ നമുക്ക് തുടങ്ങാം. വരുന്നവരൊക്കെ വരട്ടെ, വഴിയെ വരുമായിരിക്കും, എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണാം. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാ നിർത്തിയത്? എവിടെയായിരുന്നു പ്രിയ? ഒന്ന് പറയാമോ? ഏതാണ് നമ്മൾ എടുത്തു നിർത്തിയ ഭാഗം? പ്രിയ ക്ലാസ് ഞാൻ കൂടിയിട്ടുണ്ടായില്ല. കേറിയില്ല. നമ്മുടെ റെക്കോർഡഡ് ക്ലാസ് കാണുന്നില്ലേ? ആ റെക്കോർഡർ നോക്കിയിട്ടില്ല, തിരക്കായിരുന്നു. അതേ കണ്ട നിങ്ങൾ എല്ലാ ദിവസവും ക്ലാസ്സുകള് അന്ന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ, അന്നത്തെ ദിവസം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു ദിവസം മാത്രം. അത് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കൂടിയിട്ടുണ്ട്. ആണ്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് മാം. അതായത് ഞാൻ എടുത്ത ക്ലാസ് കൂടിയില്ലെന്നല്ലേ പറഞ്ഞു തന്നെ? അന്നത്തെ ദിവസം തിരക്കായിരുന്നു. ആണ്. അപ്പൊ അല്ലടാ, അപ്പൊ ഇത്രയും നമ്മള് എനിക്കാണെങ്കിൽ ആകെ ഒരു ദിവസം ആഴ്ചയില് ക്ലാസ് ഉള്ളൂ നമുക്കറിയാലോ. അപ്പൊ എന്റെ ക്ലാസ് അത് നിങ്ങൾക്ക് അവിടെ വെക്കാം. ഓക്കെ. അന്ന് എന്റെ വീട്ടിലൊരു ഉണ്ണി ഉണ്ടായി. സന്തോഷായിരുന്നു. അത് കുഴപ്പമില്ല, അത് സാരില്ല. സൺഡേയും മൺഡേയും സാറ്റർഡേ സൺഡേ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് 1 മണിക്കൂർ അതൊന്ന് കാണാനായിട്ട് നിങ്ങൾ എല്ലാവരും, എന്റെ ക്ലാസ് ആവുമ്പോ ഒരാഴ്ച നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പൊ അതവിടെ കണ്ടില്ലെങ്കിലും ബാക്കിയുള്ള ക്ലാസ്സുകൾ ആൾട്ടർനേറ്റ് ദിവസങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും. 2 ദിവസം ഇതൊക്കെ എല്ലാ ടീച്ചേഴ്സിനും ഉണ്ട്. എനിക്കിപ്പോ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ കയറുന്നത് കൊണ്ട് ഒരേ അവേഴ്സേ ഉള്ളൂ എല്ലാ ക്ലാസ്സുകളിലും. എല്ലാവരുടെയും ഇൻഫോർമേഷന് വേണ്ടിയിട്ട് പറയുന്നതാണ്, എല്ലാവർക്കും വേണ്ടിയിട്ട് പറയുന്നതാണ്, ഒരാൾക്ക് വേണ്ടി മാത്രമല്ല. അപ്പൊ നമ്മള് മൺഡേ കയറുമ്പോ സാറ്റർഡേ സൺഡേ സമയമുണ്ട്, 1 അവർ അതിനുവേണ്ടി ഒന്ന് കാണാനായിട്ട് കണ്ടിട്ട് എന്തൊക്കെയാണ് അവിടെ പറഞ്ഞതെന്നൊന്ന് കേൾക്കുക. ഓക്കെ, ജിത പറയാമോ എവിടെയാ നമ്മൾ നിർത്തിയെന്ന്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. അതിനകത്ത് ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു അല്ലെ, ഏതൊക്കെയാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് വരിക എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് പറഞ്ഞു. എന്തൊക്കെയാണ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, റേഡിയോ ഡയഗ്നോസിസ് സർവീസസ്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ ഫാർമസി, മെഡിക്കൽ റെക്കോർഡ്സ്, ഹൗസ് കീപ്പിംഗ്, ഡയറ്ററി സർവീസ്, IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെഡിക്കൽ സോഷ്യൽ സർവീസ്, ഫിസിയോതെറാപ്പി, മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, പിന്നെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് ഈസ് മെറ്റീരിയൽ മാനേജ്മെന്റ്. ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളാണ് ഒരു ഹോസ്പിറ്റലിന്റെ സപ്പോർട്ടീവ് വിഭാഗത്തിൽ. അതായത് നമ്മുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്ന പേഷ്യൻസിന് ഓൾ ദീസ് തിങ്സ് ഷുഡ് ബി അവൈലബിൾ അല്ലെ. ഈ അവര് ട്രീറ്റ്മെന്റ് മാത്രം എടുത്തിട്ടല്ല പോകുന്നത്. എന്ന് വെച്ചാൽ ഡോക്ടറെ കാണുന്നു, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നുള്ള മരുന്ന് ഫാർമസിയിൽ പോയിട്ട് വാങ്ങിക്കുന്നു,
നേരെ വീട്ടിൽ പോകുന്നു. അല്ലെങ്കിൽ ഇൻപേഷ്യൻസ് ആകുമ്പോൾ അവിടെ കിടക്കുന്നു. കിടന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓപ്പറേഷൻസ് വേണ്ടി വരാം. അതുപോലെ തന്നെ മറ്റേതെങ്കിലും തന്നെ സ്കാനിങ്ങോ ടെസ്റ്റിങ്ങോ ഒക്കെ വേണ്ടി വരാം. ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല അവിടെ നടക്കുക, വേറെയും കുറെ കാര്യങ്ങൾ. നമുക്ക് ചിലപ്പോ നമ്മളുടെ എക്സ്പീരിയൻസിൽ ഇത്രയും ചില കാര്യങ്ങൾ മാത്രമേ ചിലപ്പോ ഉണ്ടായിട്ടുണ്ടാകുള്ളൂ. പക്ഷെ അതിനേക്കാൾ ഉപരി എന്താ പറയാ, കൂടുതൽ സർവീസസ്, എക്സ്ട്രാ സർവീസസും അവിടെ അവൈലബിൾ ആണ് ഹോസ്പിറ്റൽസിൽ. എന്നാൽ മാത്രമേ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ എന്താകുള്ളൂ, ഫങ്ഷൻ ചെയ്യുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റ് മേഖലയെ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളാണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അതെന്താണെന്ന് ഒന്ന് കുഞ്ഞു ഷോർട്ട് നോട്ട്സ് പോലെ നമുക്കൊന്ന് എഴുതി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻസിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് നമ്മൾ നിർത്തിയപ്പോ ഷാർട്ട് ടൈമിലാണ് നിർത്തിയത്, നമുക്കത് എഴുതാൻ സാധിച്ചില്ല. എഴുതിയില്ലല്ലോ? എഴുതിയോ? എഴുതിയില്ലെങ്കിൽ ആ നോട്ട് എഴുതിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അടുത്ത അതിന്റെ എക്സ്പ്ലനേഷൻസിലേക്ക്. എഴുതിയോ? ഇല്ലല്ലോ? ഓക്കെ, സോ റൈറ്റ് ഡൗൺ. ക്ലിനിക്കൽ ലബോറട്ടറീസ് ഒന്ന് എഴുതാട്ടാ. ക്ലിനിക്കൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ എന്ന മെയിൻ ഹെഡിങ് എഴുതാ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ എന്ന മെയിൻ ഹെഡിങ് എഴുതാ. അതിന്റെ താഴെ ക്ലിനിക്കൽ ലബോറട്ടറീസ് എന്ന് എഴുതാ. കുഞ്ഞു ഒരു ഫ്രേസ് പോലെ. എന്താണ് അതെന്ന് ജസ്റ്റ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിനിക്കൽ ലബോറട്ടറീസ്. യെസ്, അതിന്റെ ഹൈഫൻ ഇട്ടിട്ട് എഴുതാ. providing wide range of lab procedures. Providing wide range of lab procedures. Lab procedures which help doctors for treatment. ട്രീറ്റ്മെന്റിന് വേണ്ടി ഡോക്ടർമാരെ സഹായിക്കുന്ന വൈഡ് റേഞ്ച്, ഒത്തിരി പ്രൊസീജിയേഴ്സ് നടത്തപ്പെടുന്ന, ലാബ് പ്രൊസീജിയേഴ്സ് നടത്തപ്പെടുന്ന സ്ഥലം. അതാണ് ക്ലിനിക്കൽ ലബോറട്ടറീസ് എന്ന് പറയുന്നത്. ഡോക്ടേഴ്സ് ഫോർ ട്രീറ്റ്മെന്റ്. ഗോട്ട് ഇറ്റ്? കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് വൺ, റേഡിയോ ഡയഗ്നോസിസ് സർവീസ്. സെക്കൻഡ് വൺ, റേഡിയോ ഡയഗ്നോസിസ് സർവീസ്. റേഡിയോ ഡയഗ്നോസിസ് സർവീസ്. ഒരു ഹൈഫ്നേറ്റഡ് എഴുതാ. ഇമേജിംഗ് ഇത് ഇമേജസ് ആയിട്ട് കണ്ട് എവിടത്തെ ഇമേജിംഗ് ദ ഇന്റീരിയർ ഓഫ് ദ ബോഡി. ഇന്റീരിയർ അകത്തെ ഭാഗങ്ങൾ, ശരീരത്തിനകത്തുള്ള ഭാഗങ്ങൾ. ഇന്റീരിയർ ഓഫ് ദ ബോഡി ത്രൂ എക്സ്റേസ്, ultrasound, etc. അൾട്രാസൗണ്ട്, എക്സ്റേ, അൾട്രാസൗണ്ട് എന്നിവ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിനകത്തുള്ള, ഇന്റീരിയർ മീൻസ് ശരീരത്തിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഇമേജിങ്ങിലൂടെ ഡയഗ്നോസിസ് ചെയ്യുന്ന ഒരു രീതിയാണ് റേഡിയോ ഡയഗ്നോസിസ് സർവീസ് സെന്റർ. അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇമേജിംഗ് ദ ഇന്റീരിയർ ഓഫ് ദ ബോഡി ത്രൂ എക്സ്റേസ്, അൾട്രാസൗണ്ട്, എക്സെട്ര. കഴിഞ്ഞല്ലോ? ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് ഈസ് CSSD. Hyphenated data. Sterilization of equipments. Sterilization, STERILAZATION. Sterilization, STERILAZATION. Sterilization of equipments of hospital departments. അതാണ് അവിടെ നടക്കുന്നത്. Sterilization of equipments of ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ്. ഡിപ്പാർട്ട്മെന്റുകളിലെ ഉപകരണങ്ങൾ, എക്യുപ്മെന്റുകളെല്ലാം സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അതാണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹോസ്പിറ്റൽ ഫാർമസി.
hospital pharmacy. Either hyphenated a department within the hospital. പുറത്തുള്ളതല്ല, പുറത്ത് ഫാർമസീസ് ഉണ്ട്, ഹോസ്പിറ്റലിനകത്തുള്ളതാണ് ഹോസ്പിറ്റൽ ഫാർമസി. എ ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ ദ ഹോസ്പിറ്റൽ വിച്ച് ഡിസ്പെൻസ് മെഡിസിൻസ്, വിച്ച് ഡിസ്പെൻസ് DISPENSE ഡിസ്പെൻസ് മെഡിക്കേഷൻസ് ഓർ മെഡിസിൻസ്, മരുന്നുകൾ, മെഡിക്കേഷൻസ് എന്ന് എഴുതിയാൽ മതി, അതായിരിക്കും നല്ലത്. അവർ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണത്. ഹോസ്പിറ്റലിൽ അകത്തുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ മെഡിസിൻസിനേക്കാൾ കൂടുതൽ മെഡിക്കേഷൻസ് എന്ന് പറയുന്ന വേർഡായിരിക്കും കൂടുതൽ ഉപയോഗിക്കുക. വിച്ച് ഡിസ്പെൻസ് മെഡിക്കേഷൻസ്. കഴിഞ്ഞോ? എഴുതാൻ പറ്റിയോ? സൗണ്ട് ഒന്നും ഇല്ലല്ലോ ഇടയ്ക്ക്, വേറെ ക്ലിയറൻസ് ഒന്നും കുഴപ്പമില്ലല്ലോ. ഓക്കെ, ക്ലിയർ ആണ് സൗണ്ട് ഒക്കെ. നെക്സ്റ്റ് വൺ, അടുത്തത് അഞ്ചാമത്തേതാണ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡ്സ് ഒരു ഹൈഫനേറ്റഡ് എഴുതാ. ഈസ് ദ സിസ്റ്റമാറ്റിക് ഡോക്യുമെന്റേഷൻ, ഈസ് ദ സിസ്റ്റമാറ്റിക്, ഒരു കൃത്യമായ രീതിയിൽ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ, സിസ്റ്റമാറ്റിക് ഡോക്യുമെന്റേഷൻ ഓഫ് എ പേഷ്യന്റ് അപ്പോസ്ട്രോഫി എസ് ആണ് കേട്ടാ, പേഷ്യന്റിന്റെ എന്നാണ്, പേഷ്യന്റുകൾ എന്നല്ല. ഓഫ് എ പേഷ്യൻസ് മെഡിക്കൽ ഹിസ്റ്ററി, of a patient's medical history and current treatments and care given. അതായത് ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിന് അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി സൂക്ഷിക്കാൻ, എന്ന് വെച്ചാൽ നേരത്തെയൊക്കെ വന്നു പോയിട്ടുള്ള കാര്യങ്ങളും അതിനകത്തുണ്ടായിരിക്കും. അതുകൂടാതെ കറന്റ് ഇപ്പൊ നടക്കുന്നതായിട്ടുള്ള ട്രീറ്റ്മെന്റുകളോ കെയറോ എന്തൊക്കെയാ കൊടുക്കുന്നത്, ഇതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നത് ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലാണ്, ഒരു പ്രത്യേക ക്രമത്തിലായിരിക്കും അവര്. കാരണം ആ ക്രമങ്ങളൊക്കെ തെറ്റിച്ചു പോയി കഴിഞ്ഞാൽ അത് പിന്നെ കണ്ടുപിടിക്കാൻ, ആ ഒരു പേഷ്യന്റിനെ കുറിച്ച് എപ്പോഴെങ്കിലും നമുക്കൊരു ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാനായിട്ട് റിട്രീവ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലാണ് അല്ലെ. നമ്മൾ അക്കൗണ്ട്സ് ഒക്കെ കീപ്പ് ചെയ്യില്ലേ, ബിസിനസ് ഓർഗനൈസേഷൻസ് അതിന്റെ അക്കൗണ്ടുകളൊക്കെ കീപ്പ് ചെയ്യുന്നത് ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലാണ്. അവർ അക്കൗണ്ടിങ്ങിന്റെ തന്നെ ഡെഫിനിഷനിൽ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലാണ്. അതുപോലെ എല്ലാം ഒരു ഓർഡറിലായിട്ട് കീപ്പ് ചെയ്താൽ ദേ ക്യാൻ നോ വേർ ഇറ്റ് ഈസ്, എവിടെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും എന്ന് അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഓരോ സാധനങ്ങളും ഓരോ എന്താ പറയാ ഓരോ പൊസിഷൻസിലായിരിക്കും വെക്കുക അല്ലെ. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്. സ്പേസ് മാറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആകെ ഡിസ്റ്റർബ്ഡ് ആകും. രാവിലെ തന്നെ എഴുന്നേറ്റ് എവിടെയെങ്കിലൊക്കെ പോകാൻ ഉള്ള ധൃതിയില് ജോലിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ എല്ലാവർക്കും പോകുന്ന സമയത്ത് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കണം. കൂടാതെ നമ്മളുടെ പ്രസൻസ് ആളുകളുടെ അടുത്തും വേണം, കിച്ചണിലും വേണം. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ ഓരോ സാധനങ്ങൾ അതിന്റെ സ്ഥലത്തില്ലെങ്കിൽ നമുക്ക് എന്താ ഉണ്ടാകാം, നമ്മളുടെ വർക്ക് ഡിലേ ആകും, പിന്നെ ആകെ അപ്സെറ്റ് ആകും, വീട് മുഴുവൻ തകിടം മറിയും, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം, അതെവിടെ ഇതെവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എല്ലായിടത്തും സ്വാഭാവികമാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടുതൽ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ഏതാ സാധനവും നമ്മൾ എടുക്കുമ്പോൾ എടുത്ത സ്ഥാനത്ത് തന്നെ വെക്കുകയെന്ന് നമ്മൾ കുട്ടികളോട് പറയും അല്ലെ. നമുക്ക് ചിലപ്പോഴൊക്കെ അങ്ങനെ പറ്റാറുണ്ട്, വെക്കൊന്നുമില്ല, എന്നിട്ട് നമ്മൾ തന്നെ അന്വേഷിച്ചെടുക്കുക എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട്. അപ്പൊ അതൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ കീപ്പ് ചെയ്യുക. അപ്പൊ പേഷ്യൻസിന്റെ റെക്കോർഡ്, ഓരോ പേഷ്യൻസ് അവരുടെ കാറ്റഗറി ചെയ്തിട്ട് വേണമെങ്കിൽ അവർക്ക് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാം. ഓരോ കാറ്റഗറിയിൽപ്പെട്ട പേഷ്യൻസിനെ ക്ലാസിഫൈ ചെയ്ത് സൂക്ഷിക്കാം. അത് അവരുടെ രീതിയിലാണ്. ഹോസ്പിറ്റൽസിന് ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, കിട്ടിയല്ലോ. പേഷ്യന്റ് കറന്റ് ട്രീറ്റ്മെന്റ് ആൻഡ് കെയർ ഗിവൺ, ഇപ്പൊ കൊടുക്കുന്ന കറന്റ് രീതിയിലുള്ള എന്താ പറയാ ട്രീറ്റ്മെന്റുകളോ കെയറോ എന്തൊക്കെയാണോ കൊടുക്കുന്നത്, ഇതും മാത്രമല്ല നേരത്തെയുള്ള ഹിസ്റ്ററിയും ഒക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. സിസ്റ്റമാറ്റിക് ഓർഡറിലാണെന്ന് മാത്രം. നെക്സ്റ്റ് വൺ, ഹൗസ് കീപ്പിംഗ്. ഹൈഫനേറ്റഡ് ചെയ്താ works, WORKS, works closely with other departments in a hospital. Works closely with other departments in a hospital, making the hospital
making the hospital pleasant, pleasant, pleasant and safe for the patients. Pleasant and safe for the patients. Once again, works closely with other departments in a hospital. Works closely with other departments in a hospital, making hospital departments pleasant and safe for patients. Pleasant and safe for patients. അതായത് മറ്റു ഡിപ്പാർട്ട്മെന്റുകളോടൊപ്പം നിന്ന് പോകേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ്. അവർക്ക് മാത്രമായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാനില്ല. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും കയറി ഇറങ്ങി എല്ലാ പേഷ്യൻസും വളരെ സേഫ് ആണ്, അവരെല്ലാം വളരെ സന്തുഷ്ടരാണ്, പ്ലസന്റ് ആണ്, ഹാപ്പി ആണ് എന്ന് മനസ്സിലാക്കുക. എങ്ങനെയാ ഒരു പേഷ്യന്റ് ഹാപ്പി ആകുക? അതായത് അവർക്ക് കിട്ടുന്ന മരുന്നുകളും ട്രീറ്റ്മെന്റുകളും മാത്രം പോരാ, അവർ ആയിരിക്കുന്ന സറൗണ്ടിങ്സ് ഷുഡ് ബി നീറ്റ് ആൻഡ് ക്ലീൻ എവറി ടൈം, അല്ലെ? എല്ലാ സമയവും അത് വൃത്തിയായും ഒക്കെ ഇരിക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് പ്ലസന്റ് ആകുക. അവർക്ക് എന്താ പറയാ, കിട്ടുന്ന ആ സറൗണ്ടിങ്സ് ചുറ്റുപാടൊക്കെ ഭയങ്കര മോശമാണ്, ഒരു ഒട്ടും ഹൈജീനിക് അല്ല. അതൊക്കെ നോക്കേണ്ടത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും ഒന്ന് മാനേജ് ചെയ്യണം, നോക്കണം ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് അൺക്ലീൻ ആയിട്ടുണ്ട് അല്ലെങ്കിൽ അത്ര വൃത്തിയില്ലാത്തതുണ്ട്, അതൊക്കെ അതുപോലെ തന്നെ ഓർഡർ അനുസരിച്ചിട്ടാണോ അവിടെ കിടക്കുന്ന പേഷ്യൻസിന് കൊടുത്തിരിക്കുന്ന ബെഡ് ഷീറ്റുകളും അതുപോലെ പില്ലോ കവേഴ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതൊക്കെ വൃത്തിയിലാണോ, ഇതൊക്കെ ഒന്ന് കാണുക. അതുകൊണ്ടാണ് അത് വർക്ക്സ് ക്ലോസ്ലി വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അവർക്ക് മാത്രമായിട്ടല്ല, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒതുങ്ങി കൂടി ഇരുന്ന് ചെയ്യേണ്ട ജോലിയല്ല എന്ന്. ക്ലിയർ ആയോ? മനസ്സിലായോ എന്താ പറഞ്ഞതെന്ന്? ഓടി നടന്ന് മനസ്സിലാക്കി എവിടേക്കാണോ പോരായ്മകൾ, ക്ലീൻലിനെസ് ഇല്ലാത്ത സ്ഥലം, അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരിടത്ത് അടങ്ങി കൂടി ഇരുന്ന് അവരുടെ ജോലി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ ഫാർമസിക്കകത്ത് ഫാർമസിയിലെ റെസ്പോൺസിബിലിറ്റി എന്താ? അവിടെയുള്ള വരുന്ന പേഷ്യൻസിന് കൃത്യമായ മരുന്നുകൾ ലേബൽ ചെയ്ത് അവരുടെ എന്താ പറയാ എപ്പൊക്കെ കഴിക്കണം എന്നൊക്കെ അനുസരിച്ച് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്താൽ മതി, വർക്ക് ചെയ്താൽ മതി. റെക്കോർഡ് സൂക്ഷിക്കുന്നവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പേഷ്യൻസിന് കിട്ടുന്ന ഇപ്പൊക്കെ ഒരു ഓർഗനൈസേഷനിലല്ലേ കമ്പ്യൂട്ടേഴ്സ് തന്നെ പരസ്പരം ലിങ്ക്ഡ് ആയിരിക്കും. അപ്പൊ അപ്പുറത്തെ കമ്പ്യൂട്ടറുകളിൽ നിന്ന് ഏതെങ്കിലും പേഷ്യൻസിന്റെ ഹിസ്റ്ററിയോ മറ്റു കാര്യങ്ങളോ ഡീറ്റെയിൽസോ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്താൽ മതി, ഓടി നടക്കണ്ട. പക്ഷെ ഹൗസ് കീപ്പിംഗുകാര് ഇച്ചിരി ഓടി നടന്ന് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദാറ്റ്സ് ഓൾ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ്. Dietary Service Department. Dietary, DIETARY, Dietary Service Department hyphen ഇട. Aims to provide, aim, ലക്ഷ്യം വെക്കുന്നത്, aims to provide nutritious, 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 comma, attractive food. Nutritious, comma, attractive food. Maintaining, MAINTAINING. Maintaining hygiene and high standards to all patients. വരുന്ന പേഷ്യൻസിനൊക്കെ തന്നെ നല്ല ഹൈജീനിക് ആയ രീതിയിൽ, നല്ല ക്വാളിറ്റിയിൽ, ഹൈ സ്റ്റാൻഡേർഡ്സിൽ പ്രൊഡ്യൂസ് ചെയ്ത ഫുഡ് എത്തിച്ചു കൊടുക്കുക. അത് അവർക്ക് അട്രാക്റ്റീവ് ആകുന്ന രീതിയിലും അതുപോലെ തന്നെ അവർക്ക് ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഫുഡാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ്. കിട്ടിയോ? മനസ്സിലായോ? കാര്യം മനസ്സിലായിട്ടില്ലേ? ഇതിനെ കുറിച്ച് വിശദ വിവരണങ്ങളൊക്കെ താഴെ ഉണ്ട്. ഇതൊന്ന് ഒറ്റ നോട്ടത്തിൽ ഒറ്റ സെന്റൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഷോർട്ട് നോട്ട്സ് നമ്മൾ മറ്റേ ഡിപ്പാർട്ട്മെന്റുകൾ പറഞ്ഞപ്പോഴും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറെ ഷോർട്ട് നോട്ട്സ് എഴുതി തന്നു, 10-13 എണ്ണം. അതുപോലെ തന്നെ ഈ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ വരുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ഒറ്റ നോട്ടത്തിൽ ഇവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഇന്ന ഡിപ്പാർട്ട്മെന്റിന്റെ എന്താണെന്ന് ഇങ്ങനെ ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ചെയ്ത് തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഇത്ര സമയം വെറുതെ പാഴാക്കില്ലായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ. IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ.
assist the staff to manage and care for the inpatients and outpatients. അതായത് വരുന്ന ഇൻപേഷ്യൻസ് ആയിക്കോട്ടെ ഔട്ട്പേഷ്യൻസ് ആയിക്കോട്ടെ അവർക്ക് വേണ്ട രീതിയിൽ നല്ല രീതിയിലുള്ള കെയർ കൊടുക്കാൻ വേണ്ടിയും അത്തരം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ റെക്കോർഡ് ചെയ്തൊക്കെ സൂക്ഷിക്കുക. അപ്പൊ IT കമ്മ്യൂണിക്കേഷൻ മേഖലക്കാരാണ് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പേഷ്യൻസിനെ കുറിച്ച് ഉള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ചൊക്കെ വെക്കുന്നത്. അപ്പൊ അത് മാനേജ് ചെയ്യാൻ അവർക്ക് എളുപ്പമായിരിക്കും. വരുന്ന പേഷ്യൻസിന്റെ നമ്പർ അനുസരിച്ച് അവർക്ക് ഏത് ഡോക്ടേഴ്സിനെ കാണണം അതൊക്കെ അവിടെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വരുമ്പോ വീണ്ടും പേരും അഡ്രസ്സും വീട്ടും കാര്യങ്ങളും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഓൾ ദീസ് വിൽ ബി റെക്കോർഡഡ്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം IT കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഇന്നത്തെ കാലത്ത് പുതിയ ടെക്നോളജി അനുസരിച്ച് ഇൻഫോർമേഷൻ ടെക്നോളജി അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് പെട്ടെന്ന് തന്നെ പേഷ്യൻസിനെ കുറിക്കുന്ന ഡാറ്റാസ് ഒക്കെ റിട്രീവ് ചെയ്തെടുക്കാൻ ഈ സേവ്ഡ് ഡാറ്റയിൽ നിന്നും അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക, അതാണ് ഇവരുടെ ഡ്യൂട്ടി. IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് വൺ മെഡിക്കൽ സോഷ്യൽ സർവീസ്. integral part of the structure of a hospital. Integral part of the structure of a hospital to provide medical assistance for drugs, മരുന്നുകൾ, medicine, diagnosis, etc. എല്ലാ കാര്യത്തിലും ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുക, സേവനങ്ങൾ, സോഷ്യൽ സർവീസ് ആണത്. ഓക്കെ, ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ഹോസ്പിറ്റൽസ്. നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ഘടനയിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതായത് ആളുകൾക്ക് വരുന്ന പേഷ്യൻസിനൊക്കെ അവരുടെ ട്രീറ്റ്മെന്റ് സംബന്ധമായതോ മെഡിസിൻസ് വാങ്ങിക്കുന്നത് സംബന്ധമായതോ ഒക്കെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിലേ ഈ പറയുന്ന വിഭാഗമാണ് മെഡിക്കൽ സോഷ്യൽ സർവീസ്. അതൊരു സേവന വിഭാഗമാണ്. അപ്പൊ അവരെ സഹായിക്കുക. അപ്പൊ നമുക്ക് കാശുകൊണ്ട് ഏത് ഡോക്ടറെ കാണണം എന്ന് ചിലപ്പോൾ ചില കാര്യങ്ങൾ ആളുകൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവില്ല. ചില ആളുകൾക്ക് ഹോസ്പിറ്റൽസിൽ വരുമ്പോൾ ഹൗ ക്യാൻ ദേ റീച്ച് ദ ഡോക്ടർ, അവർക്ക് ഉദ്ദേശിക്കുന്ന ഡോക്ടറുടെ അടുത്തേക്ക് എങ്ങനെ എത്താൻ പറ്റും, അല്ലെങ്കിൽ മെഡിക്കൽ ക്ലെയിം കിട്ടുന്നവരുണ്ടെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന ചില സംശയങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പൊ അതിനൊക്കെ ഒരു സേവനം എന്നതുപോലെ ഒരു ഹോസ്പിറ്റൽസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് മെഡിക്കൽ സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അതിന് മുമ്പുണ്ടായോ? ഓ സോറി, അതിന് മുമ്പ് ഓക്കെ, അത് എഴുതിക്കോ, അത് കഴിഞ്ഞിട്ട് പറയാട്ടാ. എഴുതിപ്പോയി, ചിലർ എഴുതിപ്പോയിട്ടുണ്ടാകും. മെഡിക്കൽ മെയിൻ്റനൻസ് മുമ്പ് ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു, അത് എഴുതാം. ഇത് കഴിഞ്ഞിട്ട് എഴുതാം, കുഴപ്പമില്ല. ഓർഡർ തെറ്റിയെന്ന് വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല, ഇവിടെ എല്ലാം എഴുതിയാൽ മതി. മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എഴുതാം, ഹൈഫൻ ഇട്ടിട്ട് medical maintenance and engineering hyphenada responsible for maintaining extensive maintenance of AC, refrigerators,
refrigerators, ventilators, etc. ഇത് മൊത്തത്തില് എന്തൊക്കെ ഇൻസ്ട്രുമെന്റുകളും അതുപോലെ ഏതൊക്കെ തരത്തിലുള്ള എന്താ പറയാ മെക്കാനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഇതിനൊക്കെ റിപ്പയർമെന്റ് ഒക്കെ ആവശ്യമുള്ളപ്പോൾ അതനുസരിച്ച് അത്തരം റിപ്പയർമെന്റുകളൊക്കെ ആ മെഷീൻസിനൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആളുകളുടെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കുക. എല്ലാം ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്കറിയാലോ. മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റുകളെല്ലാം എന്തെങ്കിലുമൊക്കെ റിപ്പയർമെന്റ് ആവശ്യം വന്ന എല്ലാം കൂടി ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെ? അതിനൊക്കെ ഓരോ ആളുകൾ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അപ്പൊ അവരെയൊക്കെ എപ്പോഴും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അവരുടെയൊക്കെ ഒരു കോൺടാക്ട് നമ്പേഴ്സോ എപ്പോഴും പെട്ടെന്ന് വിളിച്ചാൽ വരുന്നവരെ, ഇന്ന് വിളിച്ചിട്ട് 5 ദിവസം കഴിഞ്ഞ് വരുന്നവരെ അല്ല, പെട്ടെന്ന് വിളിച്ച് ആസ് സൂൺ ആസ് പോസിബിൾ അവര് എത്തി അത് ഒന്ന് റിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ മൊത്തം കാര്യങ്ങൾ ഡിസോർഡർ ആയി പോകും, അല്ലെ? അപ്പൊ അതില്ലാതിരിക്കാൻ അത്തരം നമുക്ക് ഈ വരുന്ന വർക്കിന്റെ ഇടയിൽ ഇത്തരം ഇത് മെയിൻ്റെനൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അത് നമ്മുടെ വർക്കിനെ മൊത്തത്തിൽ ബാധിക്കും. അപ്പൊ ഹോസ്പിറ്റൽസിലും ഡോക്ടേഴ്സ് ആയാലും എല്ലാവരും സ്റ്റക്ക് ആയ പോലെ ആകും മെഷീൻ ഏതെങ്കിലുമൊക്കെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ. അപ്പൊ അതൊക്കെ പെട്ടെന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആളുകളുടെ ഡീറ്റെയിൽസും മറ്റൊക്കെ കളക്ട് ചെയ്ത് വെച്ച് അവരെ വേഗം കോൺടാക്ട് ചെയ്ത് പെട്ടെന്ന് എത്തിച്ച് അതൊക്കെ എന്താ പറയാ ക്ലിയർ ചെയ്യേണ്ടത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പി സ്പെല്ലിംഗ് തെറ്റിക്കരുത്, എഫ് അല്ല PHY. ഫിസിയോതെറാപ്പി ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. പ്രിവെൻഷൻ, PREVENTION തടയുക എന്നർത്ഥം. പ്രിവെൻഷൻ, ഡയഗ്നോസിസ്, തെറാപ്യൂട്ടിക് മാനേജ്മെന്റ്, ചികിത്സയെ ഒന്ന് മാനേജ് ചെയ്യുക. തെറാപ്യൂട്ടിക്, THERAPEUTIC, തെറാപ്യൂട്ടിക് മാനേജ്മെന്റ് ഓഫ് pain, 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 disorders, 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 movement of muscles, joints, etc. Movement, MOVEMENT, movement of muscles, joints, etc. ഇതിലൊക്കെ ഉണ്ടാകുന്ന പെയിന് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസോർഡേഴ്സ്, ഡിസ്ലൊക്കേഷനോ അല്ലെങ്കിൽ ഫ്രാക്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടാകുന്ന ചികിത്സയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് അതിന്റെ വേദനകളൊക്കെ വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു തെറാപ്യൂട്ടിക് ട്രീറ്റ്മെന്റ് ആണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ആൻഡ് ദ ലാസ്റ്റ് വൺ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഏതാ ഒന്നുകൂടി പറയുന്നത്? ഫിസിയോതെറാപ്പി ആണോ? പ്രിവെൻഷൻ, ഡയഗ്നോസിസ്, തെറാപ്യൂട്ടിക് മാനേജ്മെന്റ് ഓഫ് പെയിൻ, ഡിസോർഡർ, പെയിൻ ആണ് PAIN, പെയിൻ, ഡിസോർഡർ, movement of joints, muscles, etc. Okay, next, last one, purchasing department or material management. ആ വാക്കിൽ നിന്ന് തന്നെ അറിയാം. മാനേജിങ് ഇതെയോ? ലാസ്റ്റത്തെ ഹെഡിങ് ഏതാ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓർ മെറ്റീരിയൽ മാനേജ്മെന്റ്. ഹൈഫനേറ്റഡ് ചെയ്താ responsible for the purchasing of all equipments, materials, medicines, etc. Equipments, materials, medicines, etc. ഹോസ്പിറ്റലിലെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനാണ്.
അപ്പൊ ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഷോർട്ട് നോട്ടുകൾ. ഇനി നമുക്ക് ഇത് ഓരോന്ന് അങ്ങോട്ട് വേഗം ഒന്ന് വായിച്ചൊക്കെ നോക്കാം എന്തൊക്കെയാണെന്ന്. ഓക്കെ ആണല്ലോ? അപ്പൊ ഷോർട്ട് ആയിട്ടുള്ള നോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു 1 വേർഡ് പോലെയൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ എഴുതി തന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് എളുപ്പത്തിനാണ്. അപ്പൊ നമുക്കിനി ഓരോന്ന് നോക്കാം. ഏതൊക്കെയാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റില് വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾ? ഓരോന്ന് നമ്മളിപ്പോ എഴുതിയ സാധനങ്ങളൊക്കെ തന്നെയാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. എന്തൊക്കെയാന്ന് നോക്കിയേ. എന്താണ് ഫസ്റ്റ് വൺ? ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ലിനിക്കൽ ലബോറട്ടറീസ് ആണ്. അപ്പൊ നമുക്കറിയാം ക്ലിനിക്കിൽ നമ്മളൊക്കെ എല്ലാവരും എന്താ പറയാ ലാബിലൊക്കെ പോയിട്ടുണ്ടാകുമായിരിക്കും. നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോ ആദ്യമൊക്കെ നമ്മൾ പരിശോധിച്ചു, കുറച്ച് മരുന്നൊക്കെ തന്നു കിട്ടു. പക്ഷേ അഗെയിൻ അത് മാറുന്നില്ല. വീണ്ടും നമ്മൾ പോകുമ്പോൾ ഡോക്ടേഴ്സ് പറയും അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ചിലപ്പോൾ യൂറിൻ ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ തന്നെ ആകാം. അപ്പൊ ഇത്തരം സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ഒരു വിഭാഗം, അതിനെയാണ് നമ്മൾ ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് വിളിക്കാം. അപ്പൊ ഇവര് പ്രധാനമായിട്ടും ഇൻ ദിസ് ക്ലിനിക്കൽ ലബോറട്ടറീസ് മെയിൻലി ഫംഗ്ഷൻ ഓർ ദേ പെർഫോം ദ ലാബ് ടെസ്റ്റ് ഇൻ മെയിൻലി 6 ഫീൽഡ്സ്. 6 പ്രധാനപ്പെട്ട മേഖലകളിലാണ് ക്ലിനിക്കൽ ലബോറട്ടറിയിൽ ലാബ് ടെസ്റ്റുകൾ നടക്കുന്നത്. 6 മേഖലകളാണ്, 6 എന്താ പറയാ ഫീൽഡിലാണ് നമ്മുടെ ക്ലിനിക്കൽ ലബോറട്ടറീസിൽ ടെസ്റ്റുകൾ നടക്കുക. ദാറ്റ് ഈസ് ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സീറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി. എന്തൊക്കെയായിരിക്കും? ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സിറോളജി, ഹെമറ്റോളജി, സൈറ്റോളജി. ഇതൊക്കെയാണ് അവിടെ ഇരിക്കട്ടെ. ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി നോക്കുന്നത്? ഇറ്റ് അസിസ്റ്റ് ദ മെഡിക്കൽ സ്റ്റാഫ്, അല്ലെങ്കിൽ നമ്മളുടെ ഡോക്ടേഴ്സിനെയും അല്ലെങ്കിൽ അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന നഴ്സിനെ അവരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ടു കൺഫേം വാട്ട് ഈസ് അവർ ഡിസീസ്, നമ്മുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കാനും അതിന് ട്രീറ്റ്മെന്റ് തരാനും അതിനെ പ്രിവെന്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡയഗ്നോസിസിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ രോഗം എന്താണെന്ന് നിർണ്ണയിക്കണ്ടേ? ചിലപ്പോ ഈ വെറുതെ ഇങ്ങനെ പനിയൊക്കെ ആയിട്ട് ചെന്നു, അല്ലെങ്കിൽ ചുമയായിട്ട് ചെന്നു. എല്ലാ പനികളും സാധാ പനികളാവണമെന്നില്ല. ചില പനികളൊക്കെ മേ ബി എന്താ പറയാ എന്തെങ്കിലും ഒരു സിംറ്റം ആയിരിക്കാം, മറ്റേതെങ്കിലും ഡിസീസസിന്റെ ലക്ഷണമായിരിക്കാം. അപ്പൊ ഇത് എന്താണെന്ന് മനസ്സിലാക്കണം. സാധാ പനി ഓക്കെ, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റത്തിലുണ്ടായ പനിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു രീതിയിലുള്ള മെഡിസിൻസ് ആയിരിക്കും അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഡോക്ടേഴ്സിന് അറിയാം, അവരെന്ത് ചെയ്യും? അതിനുള്ള മരുന്നുകൾ കൊടുക്കും. പക്ഷേ അത് 2-3 ദിവസം കഴിഞ്ഞു ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ദ മെഡിസിൻ വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഡോക്ടേഴ്സ് ഈസ് കംപ്ലീറ്റഡ്. സോ ഡ്യൂറിംഗ് ദാറ്റ് കോഴ്സ് ഓഫ് മെഡിക്കേഷൻസ് അവർ ഡിസീസസ് ഹാവ് ടു ബി ക്യൂർഡ്, അല്ലെ? പക്ഷെ നമ്മൾ ആ മരുന്ന് കഴിക്കുന്ന ആ അളവിനുള്ളില് നമ്മുടെ രോഗം ഭേദമാകണം, സാധാ പനിയായിരുന്നെങ്കിൽ. അതേസമയം അത് ക്യൂർ ചെയ്യുന്നില്ല, ആ രോഗം മാറിയില്ല, പനി വീണ്ടും നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വരുന്നു. ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് ആ മെഡിസിന്റെ ആ ഡോസ് കൊണ്ട് മാത്രം കുറച്ച് റിലീഫ് കിട്ടുന്നു. ആഫ്റ്റർവേർഡ്സ് ഇത്ര മണിക്കൂറുകൾ കഴിയുമ്പോൾ അഗെയിൻ അത് നമ്മളെ എന്ത് ചെയ്യുന്നു? ശല്യം ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു സാധാ പനിയല്ലെന്ന് അവർക്ക് മനസ്സിലാകുകയും അവര് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തിയാണ് എന്ത് ചെയ്യുന്നത്? ഹോസ്പിറ്റൽസിൽ ഈ രോഗം എന്താണെന്ന് ഡയഗ്നോസിസ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും ഡോക്ടേഴ്സ് കൊടുക്കുന്നത്. അപ്പൊ ഈ പറയുന്ന പ്രധാനമായിട്ടും 6 ഫീൽഡ് ഓഫ് എന്താ പറയാ ടെസ്റ്റുകളാണ് നമ്മുടെ ലാബിൽ നടക്കുക. ഏതൊക്കെയാണ്? ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സീറോളജി, ഹെമറ്റോളജി. അതൊക്കെ കുറെ ബ്ലഡും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് ഡോക്ടേഴ്സ് ഡയഗ്നോസിസ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഈ ടെസ്റ്റുകളൊക്കെ നടത്തി ഏതൊക്കെ ബാക്ടീരിയോളജിയാണ്, ബാക്ടീരിയയുമായിട്ട് റിലേറ്റഡ് ആണോ, അല്ലെങ്കിൽ ബ്ലഡിന്റെ എന്തെങ്കിലും കുഴപ്പങ്ങൾ കൊണ്ടാണോ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റുകളാണ്. അപ്പൊ ഈ 6 മെയിൻ ഫീൽഡ് ഓഫ് ടെസ്റ്റിംഗ് നിങ്ങൾ മറക്കണ്ട. ലാബിൽ നടത്തുന്ന ടെസ്റ്റുകൾ ബാക്ടീരിയോളജി, പേര് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സീറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി. ഇത് മെഡിക്കൽ സ്റ്റാഫിനെയും അതുപോലെ തന്നെ നഴ്സസിനെയും ഇറ്റ് വിൽ ഹെൽപ്പ് ദം ടു ഐഡന്റിഫൈ ദ റീസൺ ഓഫ് അവർ ഡിസീസ്, നമ്മുടെ രോഗത്തിന്റെ കാരണം എന്താണെന്നും അതുപോലെ തന്നെ ഫിസിഷ്യൻസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ കോസ് ഓഫ് അവർ ഡിസീസ് ആൻഡ് ഓൾസോ ദേ ക്യാൻ മേക്ക് ദർ ട്രീറ്റ്മെന്റ്. അതുപോലെ തന്നെ ആ രോഗിയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് ഫർദർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനൊക്കെയാണ് ഈ ഒരു രീതി. അതിൽ അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ്. ഏതിലാണ്? ക്ലിനിക്കൽ ലബോറട്ടറിയിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പൊ ക്ലിനിക്കൽ ലബോറട്ടറി അതിന് വേണ്ടിയിട്ടാ, നമ്മുടെ അകത്തുനിന്ന് അതിന് വേണ്ടിയിട്ട് അവർ എന്തെങ്കിലുമൊക്കെ എടുക്കും. ചിലപ്പോൾ ബ്ലഡ് ആകാം, അല്ലെങ്കിൽ എന്താ പറയാ യൂറിൻ ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സാധനങ്ങൾ, ബോഡി ഫ്ലൂയിഡ്സുകൾ ഏതെങ്കിലും തന്നെയായിരിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ച് എന്ത് ചെയ്യുന്നു? അതിന് ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു ടെസ്റ്റ് ചെയ്തിട്ട്. അപ്പൊ ഈ ബാക്ടീരിയോളജി എന്ന് പറയുമ്പോൾ എന്താ പറയാ ഒരു
ബാക്ടീരിയ ജീവാണുവാണല്ലേ, അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റഡിയാണ്. അപ്പൊ നമ്മുടെ ജീവാണു ശാസ്ത്രം എന്താണ് അത് നോക്കി അതിന് വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യോ, അത് വിച്ച് റിലേറ്റ്സ് ടു ബയോളജി, നമ്മളുടെ ബയോളജിയുമായിട്ട് റിലേറ്റ് ുള്ളതാണ് നമ്മളുടെ ബാക്ടീരിയോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താ പറയാ ബയോ കെമിസ്ട്രി അതുപോലെ തന്നെയാണ്. ലിവിങ് ഓർഗാനിസംസുമായിട്ട് അതിനകത്ത് നടക്കുന്ന ലിവിങ് ഓർഗാനിസംസിൽ നടക്കുന്ന കെമിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ബയോ കെമിസ്ട്രി ട്രീറ്റ്മെന്റുകളോ അല്ലെങ്കിൽ ടെസ്റ്റുകളോ നടത്തുന്നു. ഹിസ്റ്റോളജി എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് സ്റ്റഡിയാണ്, നമ്മളുടെ ടിഷ്യൂസും ഓർഗൻസും ഒക്കെ നോക്കി അതിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ രോഗം എന്ന് മനസ്സിലാക്കാനുള്ളതാണ്. സിറോളജി എന്ന് പറയുന്നത് ആന്റിബോഡി ടെസ്റ്റുകളാണ്, അതായത് നമ്മളുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തില് മുൻപുള്ള പ്രീവിയസ് ആയിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ട് അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന അസ്വസ്ഥതയാണോ, അതാണ്. അതായത് നമ്മുടെ ടിഷ്യൂസ് ഒക്കെ നോക്കി ആന്റിബോഡി ടെസ്റ്റുകൾ നടത്തി വൈറൽ ഇൻഫെക്ഷൻസ്, ഇപ്പൊ ഒത്തിരി വൈറൽ ഇൻഫെക്ഷൻസിന്റെ ഒക്കെ കാലഘട്ടങ്ങളാണ് ഇപ്പോ. അപ്പൊ അങ്ങനെ നേരത്തെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ, അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ആഫ്റ്റർ ഇഫക്റ്റ് പോലെ വന്നിരിക്കുന്ന രോഗമാണോ, അതിലൂടെ ഉള്ള ടെസ്റ്റുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ് സിറോളജി എന്ന് പറയുന്നത്. ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് സെൽസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ബ്ലഡ് ടെസ്റ്റിലൂടെ ബ്ലഡിന്റെ ഡിസോർഡർ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണോ ഒന്ന് ടെസ്റ്റ് ചെയ്യാനാണ് ഹെമറ്റോളജി ടെസ്റ്റ് നടത്തുക. സൈറ്റോളജി എന്ന് പറയുന്നത് എന്താ പറയാ നമ്മുടെ സെൽസ്, അതിന്റെ ഒറിജിൻ, പിന്നെ അതിന്റെ സ്ട്രക്ചർ, സെല്ലിന്റെ ഫങ്ഷൻസ്, അതുപോലെ തന്നെ മൊത്തം ഒരു ഡിസീസസിന്റെ സ്റ്റഡി, പാത്തോളജി, ഇതൊക്കെ ഇതിനകത്ത് പെടും. അപ്പൊ ഇതെല്ലാം കൂടി നോക്കി ഈ ഏത് വിഭാഗത്തില് വെട്ട എന്താ പറയാ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഡിസീസ് ആളുകൾക്ക് വന്നേക്കണേന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഫീൽഡാണ് ഈ പറഞ്ഞ ബാക്ടീരിയോളജിയും ഇതൊക്കെ. അപ്പൊ അതെന്താണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് നമുക്ക് എന്താണ് ബാക്ടീരിയോളജി എന്ന് പറയുമ്പോൾ ജീവാണുശാസ്ത്രം, അതായത് ജീവനുള്ള ലിവിങ് ഓർഗാനിസംസിൽ ഉണ്ടാകുന്ന ചില ബാക്ടീരിയാസ് കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. ബയോകെമിസ്ട്രി പറഞ്ഞല്ലോ കെമിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ്, അതെന്താ ഇതുപോലെ തന്നെ ലിവിങ് ഓർഗാനിസംസ് കൊണ്ടുണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസ് ഇൻ അവർ ബോഡിയാണ്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നു, ടെസ്റ്റുകൾ നടത്തുന്നു. അത് ലാബിലാണ്, ക്ലിനിക്കൽ ലാബിലാണ് ഇത്തരം ടെസ്റ്റുകളൊക്കെ സാധാരണ നടക്കുക. അപ്പൊ ഫീൽഡുകൾ മറക്കണം കേട്ടോ, ഫീൽഡിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്, മറ്റൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഇത്രയും കാര്യം പഠിച്ചാൽ മതി. അപ്പൊ എന്തൊക്കെയാണ് ക്ലിനിക്കൽ ലബോറട്ടറിയെ കുറിച്ച് അറിയാനുള്ളത്? ഇത് പ്രധാനമായിട്ടും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് പെർഫോമിംഗ് ദ 6 മെയിൻ ഫീൽഡ്സ് ഓഫ് ലാബ് ടെസ്റ്റുകളാണ്. 6 പ്രധാനപ്പെട്ട ലാബ് ടെസ്റ്റുകളാണ് ക്ലിനിക്കൽ ലബോറട്ടറീസിൽ നടക്കുന്നത്. ബാക്ടീരിയോളജി, ഹിസ്റ്റോളജി, സിറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി എന്നുള്ളത്, ബയോകെമിസ്ട്രി ആൻഡ് സൈറ്റോളജി എന്ന് പറയുന്നത്. അത് 6 എന്ന് പഠിക്കാം. ഇതെന്താണ് ചെയ്യുന്നത്? ഇറ്റ് അസിസ്റ്റ് ദ ഫിസിഷ്യൻ ടു മേക്ക് ദർ ഡിസിഷൻസ് അക്കോർഡിംഗ് ടു ദ പേഷ്യൻസ് ഡിസീസ്. ഈ പറയുന്ന ടെസ്റ്റുകൾ നടത്തി പേഷ്യന്റിന്റെ ഡിസീസ് എന്താണെന്ന് മനസ്സിലാക്കാനും അവർക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ, അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കാൻ വേണ്ടി അസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്ലിനിക്കൽ ലബോറട്ടറീസ് ചെയ്യുന്ന ഈ അവരുടെ ആ ഒരു ഫെസിലിറ്റേഷന്റെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഹെൽപ്പ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ക്ലിയർ ആയോ? എന്താണെന്ന് മനസ്സിലായോ? ക്ലിനിക്കൽ ലബോറട്ടറീസ് 6 മെയിൻ ഫീൽഡ് ഓർക്കുക. അത് ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർക്കുക. ഇത് മാത്രമേ നമുക്കുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എന്താണ് ഓരോ ബാക്ടീരിയോളജി, അത് ജീവാണുശാസ്ത്രം, അത് വേണമെങ്കിൽ എഴുതിത്തരം, വേണമെങ്കിൽ മാത്രം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. ജസ്റ്റ് നമ്മളുടെ അറിവിലേക്ക് വേണ്ടി നമുക്കൊരു ഇൻഫോർമേറ്റീവ് അല്ലെ. ഇപ്പൊ നിങ്ങൾ എന്താ പറയാ ബയോകെമിസ്ട്രി അല്ലെങ്കിൽ ഹിസ്റ്റോളജി, സിറോളജി, ഇതൊക്കെ എന്ത് റിലേറ്റഡ് ആണെന്ന് നമുക്കൊന്നും അറിയണമെന്ന് മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. 6 ഫീൽഡുകളും ഓർത്തിരിക്കുക. അത് ആരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർത്തിരിക്കുക. അതർവൈസ് ഓക്കെ. നെക്സ്റ്റ് അടുത്തത് എന്താന്ന് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ചെയ്ത് തരാട്ടെ, നിങ്ങൾ പറഞ്ഞാൽ മതി, അന്നേരം തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അടുത്ത എന്താണ്? റേഡിയോളജിയാണ്. നമ്മൾ 2ാമത് പഠിച്ച സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ എന്താ പഠിച്ചത്? റേഡിയോ ഡയഗ്നോസിസ് സർവീസ്, അത് പ്രൊവൈഡ് ചെയ്യുന്ന റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് അടുത്തതായിട്ട് നമ്മളുടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. എന്താണ്? ഹിയർ ഓൾസോ ദിസ് ഡിപ്പാർട്ട്മെന്റ് ഓൾസോ ഗിവ്സ് അസിസ്റ്റൻസ് ടു ദ ഫിസിഷ്യൻ. ഇവിടെയും ഒരു ഫിസിഷ്യന് എന്താ പറയുക, അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിന് എന്ത് കൊടുക്കാൻ? അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാ. എങ്ങനെ അവർക്ക് ഹെൽപ്പ് കൊടുക്കുന്നത്? ടു പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് ടു ദ പേഷ്യൻസ് വിച്ച് ഈസ് കോസ്ഡ് ബൈ എനി ടൈപ്പ് ഓഫ്, ഏത് തരത്തിലുള്ള രോഗമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റേഡിയോഗ്രാഫിയിലൂടെ, ഫ്ലൂറോസ്കോപ്പിയിലൂടെ, റേഡിയോ ഐസോടോപ്സ് ഉപയോഗിച്ച്, ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ആക്സിലറേഷൻ ഉപയോഗിച്ചൊക്കെ ആ രോഗിയുടെ രോഗാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ, എന്ത് കാരണം കൊണ്ടാണ് ആ രോഗം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി. ഇതും ഈ ഡോക്ടേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്.
മറ്റേത് ക്ലിനിക്കൽ ലബോറട്ടറീസിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഞാൻ ഒരു 2 വ്യത്യാസം പറഞ്ഞു തന്നു. നമ്മുടെ ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് എന്തെങ്കിലും ഫ്ലൂയിഡുകൾ എടുത്തിട്ട് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നത് ഇറ്റ് വിൽ ബി ഡൺ ഇൻ ദ ക്ലിനിക്കൽ ലബോറട്ടറി. അത് ക്ലിനിക്കൽ ലബോറട്ടറിയിൽ നടക്കുന്നു. റേഡിയോളജി അല്ലെങ്കിൽ റേഡിയോ ഐസോടോപ്സ് ഉപയോഗിച്ചിട്ടുള്ള ഡയഗ്നോസിസ് നടക്കുന്നത് ലാബിലല്ല. നമ്മുടെ ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്കൊന്നും എടുക്കുന്നില്ല. ഇൻസൈഡിലേക്ക്, ഇന്റേണൽ പാർട്ടിലേക്ക്, അകത്തെ ഓർഗാൻസിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസോർഡേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം എന്താ പറയുക ഇമേജിംഗ് പ്രൊസീജിയർ ആണ് ഇവർ യൂസ് ചെയ്യുക. ഇതും ഫിസിഷ്യൻസിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് ദേ യൂസ് എന്തുപയോഗിച്ചിട്ടാ? റേഡിയോഗ്രാഫി, ഫ്ലൂറോസ്കോപ്പി, റേഡിയോ ഐസോടോപ്സ് ആൻഡ് ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ. ഓർക്കുക, ക്ലിനിക്കൽ ലബോറട്ടറിയിൽ പറഞ്ഞ ഒന്നും തന്നെ ഇവിടെ വന്നിട്ടില്ല. ക്ലിനിക്കൽ ലബോറട്ടറിയിൽ 6 ഫീൽഡുകൾ വേറെ, ഇവിടെ വരുന്നത് റേഡിയോഗ്രാഫി, ഫ്ലൂറോസ്കോപ്പി, റേഡിയോ ഐസോടോപ്സ് ആൻഡ് ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ. ഇതിനകത്ത് 4 എണ്ണം. 4 രീതിയിലാണ് അത് എങ്ങനെയൊക്കെയാണ് പേഷ്യന്റിൽ നിന്ന് അവരുടെ രോഗത്തിന്റെ ഉള്ളിൽ എന്താ പറയുക ശരീരത്തിനുള്ളിൽ ഓർഗൻസിനുള്ള ഡിഫക്റ്റുകളൊക്കെ ഡിസോർഡേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റിംഗ് രീതിയാണ്. അത് ഇമേജിംഗ് പ്രോസസ്സിലൂടെയാണ് നടത്തുന്നത് റേഡിയോളജിയിൽ. ഇനി ഇതിനു വേണ്ടിയിട്ട് ദേ യൂസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്യുപ്മെന്റ്സ്. അപ്പൊ അങ്ങനെ രോഗം മനസ്സിലാക്കണമെങ്കിൽ ദേ ഹാവ് ടു യൂസ് മെനി അതർ ടൈപ്സ് ഓഫ് എക്യുപ്മെന്റ്സ്. കാരണം ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടല്ലല്ലോ ഇത് ടെസ്റ്റ് ചെയ്യുന്നത്, അകത്തേക്ക് കടത്തിവിട്ടേ. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള എക്യുപ്മെന്റുകളാണ് ഇങ്ങനെ ഒരു ഡയഗ്നോസിസ് രീതിയിൽ അവർ ഉപയോഗിക്കുന്നത്? നമുക്കറിയാവുന്ന ചില സാധനങ്ങളുടെയൊക്കെ പേരുകളൊക്കെ ഇവിടെ ഉണ്ട്. എക്സ്റേ മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്, CT സ്കാൻ മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെന്താ MRI സ്കാൻ മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്, എക്കോ കാർഡിയോഗ്രാം ഉപയോഗിക്കുന്നുണ്ട്, അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും രീതിയിൽ ഇവര് റേഡിയോളജിയിലൂടെ ഈ പറയുന്ന മെഷീൻസ് ഉപയോഗിച്ച് ഇത്തരം മെഷീൻസ് ഒക്കെയാണ്. എക്സ്റേ മെഷീൻ ഉണ്ട്, CT സ്കാൻ ഞാൻ പറഞ്ഞു നിങ്ങളോട്. കുറെ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ റേസ് ഉപയോഗിക്കുമ്പോൾ അധികം ശരീരത്തിന് ഒത്തിരി കൂടുതലാകുമ്പോൾ ഈ റേസ് നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് ഒരുപാട് പാസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഹാവ് സം ആഫ്റ്റർ ഇഫക്ട്സ്. അതിൻ്റെതായ കുറച്ച് സൈഡ് ഇഫക്റ്റ് ഒക്കെ പിന്നീട് ഉണ്ടാകുമായിരിക്കും പരമാവധി. പക്ഷെ എന്ന് വെച്ചാൽ ടു ഡയഗ്നോസിസ് എനി ടൈപ്പ് ഓഫ് ഡിസീസ്, ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ കണ്ടുപിടിക്കാൻ ഇത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. അയ്യോ എക്സ്റേ ഒക്കെ ശരീരത്തിനകത്തേക്ക് അധികം പാസ് ചെയ്താൽ അതിന് സൈഡ് ഇഫക്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അത് എന്താണ് രോഗം എന്ന് കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് യൂസ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ടുള്ള മെഷീൻസ് ആണ്. എക്സ്റേ മെഷീൻ ഉണ്ട്, CT സ്കാൻ മെഷീൻ അത് തന്നെ സ്കാനിങ് മെഷീൻ ആണ്, MRI ഫുൾ ബോഡി ചെക്കപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്, എക്കോ കാർഡിയോഗ്രാം ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെഷീൻ ആണ്, അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ എന്ന് പറയുന്നതും അത് ഒരു ഈസി ടെക്നോളജിയാണ്, ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് കളർ ഡോപ്ലർ എന്ന് പറയുന്നത്. അൾട്രാസൗണ്ട് ഇത് ഡോക്ടേഴ്സ് ഈ അൾട്രാസൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ഡോക്ടേഴ്സിന് അവര് എന്താണ് ഉള്ളില് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻസൈഡ് അവർ ബോഡി എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു രീതിയാണ്. ആ സൗണ്ട് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളെ ശരീരത്തിനകത്ത് നടക്കുന്നതെന്നും. ആൻഡ് ദേ ആർ നോട്ട് യൂസിങ് എക്സ്റേസ് ആൻഡ് ഇഞ്ചക്ഷൻസ്. ഈ അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയിൽ ഇവര് റേസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, പിന്നെ മാത്രമല്ല ഇഞ്ചക്ഷൻസും ഉപയോഗിക്കുന്നില്ല. അല്ലാതെയാണ് ഒരു സൗണ്ടിങ് പ്രൊസീജിയർ ഉപയോഗിച്ചിട്ടാ നോക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്, ഇഞ്ചക്ഷനും ഇല്ല, അതുപോലെ റേസ്. അപ്പൊ 2 രീതിയിലുള്ള ഹാം അവർക്ക് ഒഴിവാക്കാം. ഈ അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ ഉപയോഗിക്കുന്നത് കൊണ്ട് 2 എന്താ പറയുക ഉപദ്രവങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാം. ഒന്ന്, ഈ പറഞ്ഞ റേസ് കടത്തി ഉണ്ടാകുന്ന സൈഡ് ഇഫക്റ്റും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഇഞ്ചക്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് പെയിൻഫുള്ളും അല്ല. അപ്പൊ ഈ 2 കാര്യങ്ങളെ കുറച്ച് നമുക്ക് എന്താ പറയാ ഇല്ലാതാക്കിയിട്ട് ഉപയോഗിക്കുന്ന ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. അത് കുറച്ചും കൂടിയും ഒരു ഈസി ടെക്നോളജി ആണെന്നാണ് പറയുക. അപ്പൊ ഈ പറയുന്ന മെഷീൻസ് ഒക്കെ നമ്മളുടെ റേഡിയോളജിയിൽ ഉപയോഗിക്കുന്ന മെഷീൻസിന്റെ പേരുകളാണ്. എക്സ്റേ, CT സ്കാൻ, MRI, എക്കോ കാർഡിയോഗ്രാം ആൻഡ് അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതും രണ്ടാമത്തേതും ആദ്യത്തേതും ക്ലിനിക്കൽ ലബോറട്ടറിയും റേഡിയോളജിയും രണ്ടും നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളെ നിർണ്ണയിക്കാനുള്ള രീതികളാണ് ടെസ്റ്റിങ്ങിലൂടെ. ഒന്ന് ലാബ് ടെസ്റ്റ് ആണെങ്കിൽ മറ്റൊന്ന് ഇമേജിംഗ് ടെസ്റ്റ് ആണ്. ക്ലിയർ? മനസ്സിലായോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അടുത്തത് 2 കൂടി എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് നോട്ട് വേണമെങ്കിൽ എഴുതാട്ടോ. ഞാൻ പറഞ്ഞുതരാം, ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അടുത്തത് എന്താ? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഒരുപാട് പ്രാവശ്യം വീണ്ടും പറഞ്ഞതൊക്കെ തന്നെയാ. ഇതിന്റെ പേര് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ CSSD എന്നാണ്. ഹോസ്പിറ്റൽസിലെ ഓൾ ഇൻസ്ട്രുമെന്റ് ഷുഡ് ബി കെപ്റ്റ് ക്ലീൻ ആൻഡ് സ്റ്റെറിലൈസ്ഡ് ടു അവോയ്ഡ് ദ സ്പ്രെഡിങ് ഓഫ് ഡിസീസസ് ഫ്രം വൺ പേഷ്യന്റ് ടു അനദർ. അല്ലെ,
രോഗം ഒരു രോഗിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ ഒരുപാട് ചാൻസസ് കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഏത് ഹോസ്പിറ്റൽസ്. നമ്മൾ വിചാരിച്ച് നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ ഇടപഴകുന്നവരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ്. പക്ഷെ ഏറ്റവും കൂടുതൽ ചാൻസസ് കൂടുതൽ എവിടെ നിന്നാണെന്ന് അറിയാമോ? ഈ പറയുന്ന ഹോസ്പിറ്റൽസ് എന്നായിരിക്കും. കാരണം ഹോസ്പിറ്റൽസിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പേഷ്യൻസ് വരിക. ഇനി ഇവർക്കൊക്കെ ഓരോ ടെസ്റ്റുകളൊക്കെ നടത്തുമല്ലോ. അപ്പൊ ഈ ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ ആ ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ അതൊക്കെ എന്താകാം? ഇൻഫെക്റ്റഡ് ആകാം അല്ലെ? പല രോഗാണുക്കൾ അതിനകത്തേക്കൊക്കെ പ്രവേശിക്കാം. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് സ്റ്റെറിലൈസ്ഡ് ആൻഡ് യൂസിങ് ഫോർ അനദർ പേഷ്യന്റ്, അത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാതെ മറ്റൊരു പേഷ്യന്റിന് ഉപയോഗിക്കുമ്പോൾ എന്ത് പറ്റും? ഇയാളുടെ ഡിസീസസിന്റെ രോഗാണുക്കൾ അല്ലെ, ബാക്ടീരിയാസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വൈറസോ എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ മറ്റൊരാളിലേക്ക് ഇൻഫെക്റ്റഡ് ആകാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോ എന്ത് ചെയ്യണം? ടു അവോയ്ഡ് ദിസ്, ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ്സ് എല്ലാം തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് എന്താ പറയാ ഇൻഫെക്ഷൻസ് ഹോസ്പിറ്റൽസിൽ തടയാനുള്ള പരമാവധി കാര്യങ്ങൾ ചെയ്യണം. പരമാവധി അത് ആണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു എന്താ പറയാ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ വൈൽ സ്റ്റെറിലൈസിംഗ് ദ എക്യുപ്മെന്റ്സ്, ഓർക്കുക ഈ ഹോസ്പിറ്റൽസിലെ എക്യുപ്മെന്റുകളൊക്കെ നമ്മൾ ഇങ്ങനെ സ്റ്റെറിലൈസേഷന് വേണ്ടി കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ അത് വാങ്ങിച്ച് അവർ സ്റ്റെറിലൈസ് ചെയ്യുമ്പോഴും സ്ട്രിക്റ്റ് പ്രൊസീജിയേഴ്സ് ഷുഡ് ബി ഫോളോഡ്. എന്താണോ ഹോസ്പിറ്റലിന്റെ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സും മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സും ഒക്കെ ഇങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള അതിനുള്ള പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ടായിരിക്കും, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന്. അത്തരം പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് മാത്രമാണ് സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടതും അല്ലെങ്കിൽ ചെയ്യേണ്ടതും. അതിനുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ ആഫ്റ്റർവേർഡ്സ് പിന്നീട് ആ ഇൻസ്ട്രുമെന്റ്സിനൊക്കെ എന്തെങ്കിലും കേടുപാടുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതൊന്നും ഇല്ലാതെ ഹോസ്പിറ്റൽസിന്റെ ഈ പറയുന്ന എക്യുപ്മെന്റ് എടുത്ത് സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ എടുക്കേണ്ട ചില നടപടിക്രമങ്ങളൊക്കെ അവർ സ്വീകരിച്ച് വേണം ഇത് ചെയ്യാമെന്ന് മാത്രം. ഹാൻഡിൽ വിത്ത് കെയർ, ദാറ്റ്സ് ഓൾ. അവസാനം ഒറ്റ വാക്കിൽ നമുക്ക് പറഞ്ഞാൽ ഹാൻഡിൽ വിത്ത് കെയർ, ഒറ്റ വാക്കല്ല ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ വളരെ കെയർഫുൾ ആയിട്ടാണ് എക്യുപ്മെന്റുകൾ സൂക്ഷിക്കേണ്ടത്. കാരണം ഇതൊക്കെ ഭയങ്കര വില പിടിപ്പുള്ളതായിരിക്കും. അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് ചീത്തയായി കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും വാങ്ങിക്കാന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല ഹോസ്പിറ്റൽസിൽ ഇത്തരം എക്യുപ്മെന്റ്സ് ഒരെണ്ണം മാത്രമല്ല, ഓരോന്നും ആയിരിക്കില്ല ഇരിക്കുക, ഒരുപാടുണ്ടായിരിക്കും. അപ്പൊ ഇത്രയൊക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അടുത്തത് സ്റ്റെറിലൈസിന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗം വന്ന അത് കൊണ്ടുവന്നിട്ട് വേണ്ട ചെയ്യാനായിട്ട് വേറെ ഉണ്ടായിരിക്കും, അവർക്ക് സ്പെയർ ഉണ്ടായിരിക്കും, കുറച്ച് കൂടുതലൊക്കെ എന്തായാലും കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെങ്കിലും അതൊക്കെ നമ്മൾ കെയർലെസ് ആയിട്ട് എടുത്തു കഴിയുമ്പോൾ നശിപ്പിച്ചാൽ അത് ഹോസ്പിറ്റൽസിന്റെ ഇതിനെയാണ് ബാധിക്കുക. അപ്പൊ അതില്ലാതിരിക്കാനായിട്ട് ഇതെല്ലാം ക്ലിയർ ആയിട്ട് എന്താ പറയാ പ്രൊസീജിയേഴ്സ് പോലെ തന്നെ ഇതിനെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് CSSDയുടെ പ്രത്യേകതകൾ. ക്ലിയർ ആയോ? 2 സെന്റൻസേ പറഞ്ഞിട്ടുള്ളൂ. ഹോസ്പിറ്റൽസ് ക്ലീൻ ആയിട്ട് അവരുടെ ഇൻസ്ട്രുമെന്റുകളും സ്റ്റെറിലൈസ് ചെയ്തും ക്ലീൻ ചെയ്തു സൂക്ഷിക്കാം. ടു അവോയ്ഡ് സ്പ്രെഡിങ് ഓഫ് ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല വൈൽ സ്റ്റെറിലൈസിംഗ് ദ എക്യുപ്മെന്റ്സ് ദേ ഹാവ് ടു ഫോളോ സ്ട്രിക്റ്റ് പ്രൊസീജിയേഴ്സ്. ഹോസ്പിറ്റൽസിന്റെ സ്ട്രിക്റ്റ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് വേണം അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ. കിട്ടിയോ? മനസ്സിലായോ എല്ലാവർക്കും? CSSD എന്താണെന്ന് ക്ലിയർ ആയോ? ഇനി അതർ എക്സ്പ്ലനേഷൻസ് വേണോ? ആരാണ് അവിടെ സ്പീഡ് കൂടി എന്ന് പറഞ്ഞേ? സ്പീഡ് കൂടിയോ? സ്പീഡ് കൂടിയെന്ന് ആകെ 2-3 സെന്റൻസേ ഉള്ളൂ ഓരോന്നിലും. അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് 2-3 പ്രാവശ്യമൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ കുഴപ്പമുണ്ടോ? സ്പീഡായി തോന്നുന്നുണ്ടോ? നോ. യെസ് ഓക്കെ. സ്പീഡ് കൊണ്ടെന്ന് തോന്നുന്നില്ല. അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുള്ളൂ. ഒന്ന് ക്ലിനിക്കൽ ലബോറട്ടറീസിന്റെയും പറഞ്ഞു, ഒന്ന് റേഡിയോളജിയുടെയും പറഞ്ഞു, പിന്നെ ഒന്ന് CSSDയും പറഞ്ഞു. വളരെ കുഞ്ഞു കാര്യങ്ങളാണ് ഇതിനകത്തുള്ളൂ, അധികമായിട്ടൊന്നുമില്ല. ഹൗസ് കീപ്പിംഗ് കൂടി ഒന്ന് പറയാം, എന്നിട്ട് ഞാൻ എഴുതി തരാം കേട്ടാ നോട്ട്. ഓക്കെ, ഹൗസ് കീപ്പിംഗ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഹൗസ് കീപ്പിംഗിന്റെ ഡിപ്പാർട്ട്മെന്റ് ദേ ആർ ഇൻ ചാർജ് ഓഫ് കീപ്പിംഗ് ദ ഹോസ്പിറ്റൽസ് നീറ്റ് ആൻഡ് ക്ലീൻ. അത്രേ ഉള്ളൂ. അതാണ് ഈ ഹൗസ് കീപ്പിംഗ്. ദാറ്റ് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഈസ് ഇൻ ചാർജ് ഓഫ് കീപ്പിംഗ് ദ ഹോസ്പിറ്റൽ സറൗണ്ടിങ്സ് നീറ്റ് ആൻഡ് ക്ലീൻ. ഹോസ്പിറ്റൽസിന്റെ ചുറ്റുപാടുകളും പരിസരവും ഒക്കെ വൃത്തിയായിട്ടും ക്ലീൻ ആയിട്ടും നീറ്റ് ആയിട്ടും സൂക്ഷിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഡാഷ് ഡിപ്പാർട്ട്മെന്റിനാണ്. ആർക്കാണ്? ഹൗസ് കീപ്പിംഗിനാണ് കേട്ടോ. ഹൗസ് കീപ്പിംഗിനാണ്, CSSDക്ക് അല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോണ്ടറിക്ക് അല്ല. ലോണ്ടറിക്ക് ചിലപ്പോൾ ആണെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ മാറ്റി മറിച്ചൊക്കെ തരും. അപ്പൊ അതൊന്നും അല്ലാന്ന് ഓർത്തിരിക്കാം.
ഇനി ഇതിനകത്ത് എന്താണ്, ഇറ്റ് ഇൻവോൾവ്സ് ഡൂയിങ് ലോണ്ടറി ക്ലീനിങ് ഓൾ റൂംസ് ഹോസ്പിറ്റൽ. അതായത് ലോണ്ടറി എന്ന് പറയാൻ കാരണം ഇതിനകത്ത് ഇതിന്റെ ഒരു സബായിട്ട് ലോണ്ടറി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും. അല്ലാതെയുള്ള ലോണ്ടറി സർവീസസ് വേറെ ഉണ്ട് കേട്ടോ. അപ്പൊ അത് നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നുണ്ട്, ലോണ്ടറി സർവീസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ക്ലീൻ ചെയ്യുക. ഹൗസ് കീപ്പിങ്ങിനകത്ത് അവിടുന്ന് പേഷ്യൻസിന്റെ ബെഡ്ഷീറ്റുകളും മറ്റു കവറുകളും ഒക്കെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കൊണ്ടുപോയി ലോണ്ടറിയിൽ കൊടുത്ത് അത് അവരുടെ ഡ്യൂട്ടിയാണ്. ലോണ്ടറി ആണ് എന്ത് ചെയ്യുന്നത്, അതൊക്കെ കഴുകി വൃത്തിയാക്കി വാഷിംഗ് മെഷീനിൽ ഡിസ്ഇൻഫെക്റ്റന്റ് ഒക്കെ ചെയ്ത് അങ്ങനത്തെ സൊല്യൂഷനിലൊക്കെ ഇട്ട് ചെയ്യേണ്ടവര്. അത് അവർക്ക് കൈമാറണം. അപ്പൊ ഇവിടുന്ന് മാറ്റുന്നതൊക്കെ അവരുടെ കയ്യിലേക്ക് എത്തിക്കുക. അല്ലാണ്ട് എന്റെ ജോലി തീർക്കാൻ വേണ്ടി ഞാനതൊക്കെ വാരിക്കൂട്ടി എവിടെയെങ്കിലും മൂലൊക്കെ വെച്ചിട്ട് കാര്യമില്ല. അത് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിനെ എത്തിക്കേണ്ടത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ക്ലീനിങ് ഓൾ ദ റൂംസ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽസിലെ എല്ലാ മുറികളും, പേഷ്യൻസ് കിടക്കുന്നതും ഡോക്ടേഴ്സ് ഇരിക്കുന്നതും ഫാർമസി എവിടെയായാലും എല്ലാം ഇഫക്റ്റീവ്ലി ഡിസ്പോസിങ്. മാത്രമല്ല ഇങ്ങനെ ഇല്ല ലിനൻസ് ലോണ്ടറി സർവീസസിലാണ്. അതായത് ഹൗസ് കീപ്പിങ്ങിലുള്ളവര് ഈ പറയുന്ന തുണിത്തരങ്ങളൊക്കെ ഇല്ലേ, അതായത് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന കോട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നഴ്സുമാരുടെ എന്താ പറയാ, അവര് ലാബിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, തുണികളോ അങ്ങനത്തെയൊക്കെ ലിനൻസ് എല്ലാം തന്നെ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കും. ലോണ്ടറിക്കാരാണ് അത് വാഷ് ചെയ്യണേ. അത് ലോണ്ടറി സർവീസസ് ആണ്. ഓക്കെ, ചില ഹോസ്പിറ്റൽസിൽ ലോണ്ടറി ഉണ്ടായിരിക്കും, ചില ഹോസ്പിറ്റൽസ് പുറത്തു കൊടുത്തൊക്കെ ചെയ്യിപ്പിക്കും. ഏതാണോ നമുക്ക് പ്രോഫിറ്റബിൾ എന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ ചെയ്യുക. അത് ഹോസ്പിറ്റൽസിന്റെ റൂൾസ് അനുസരിച്ച്. അല്ലെങ്കിൽ അവർക്ക് ഒരു ഇതുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ലോണ്ടറി ചെയ്യാൻ വേണ്ടിയിട്ട് തുണിയൊക്കെ എടുത്തുകൊണ്ടെന്ന് കഴുകി ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്ത് ഒക്കെ യൂസ് ചെയ്യുന്നതിന് മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ടുള്ള വർക്കേഴ്സിന് ജോലി കൊടുത്ത് ശമ്പളം കൊടുത്ത് ജോലിക്ക് നിർത്തേണ്ടി വരും. ഏതാണ് ബെറ്റർ എന്ന് നോക്കിയിട്ടാണ് അവർ ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ ഉള്ളതെല്ലാം ഏതെങ്കിലും പുറത്തുള്ള ലോണ്ടറിയിൽ കൊടുത്തിട്ട് ചെയ്യുന്നതാണോ, വിച്ച് ഇസ് ബെറ്റർ, കമ്പയർ ചെയ്ത് നോക്കും. എന്നിട്ട് അതേതാണോ നല്ലതെന്ന് വെച്ചാൽ അത് അവര് സ്വീകരിക്കും, ആ ഒരു മാർഗം സ്വീകരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസിൽ തന്നെ, ചില ഹോസ്പിറ്റൽസിൽ വലിയ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിൽ ദർ വിൽ ബി ലോണ്ടറി ഇൻസൈഡ്. അത് ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിന്റെ അകത്ത് തന്നെ ഉണ്ടായിരിക്കും. അതിന് സെപ്പറേറ്റ് മേഖലയൊക്കെ വേണ്ടി വരും. കാരണം എന്താണെന്നറിയോ, ഒരുപാട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡ്രസ് മെറ്റീരിയൽസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാകുക. അപ്പൊ ഇതൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് പേഷ്യൻസ് പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ അധികം സ്ഥലമില്ലാത്ത ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുക. അപ്പൊ അതൊക്കെ അവർ നോക്കിയിട്ടാ ചെയ്യുള്ളൂ കേട്ടോ. ഹൗസ് കീപ്പിംഗ്കാര് ലോണ്ടറി ചെയ്യണ്ട, ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യുക. അതിനകത്ത് എഴുതിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് മൂവ് ചെയ്യുക. ഇനി അവിടെ അത് ഇല്ല എങ്കിൽ അത് ഏത് രീതിയിലാണോ ചെയ്യണത് അത് അവരുടെയിലേക്ക് കൊടുക്കുക. ക്ലീനിങ് ചെയ്യുക റൂംസ് ഒക്കെ. അതുപോലെ തന്നെ ഈ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ദർ വിൽ ബി വേസ്റ്റ്. എന്തുണ്ടാകും, വേസ്റ്റ് ഉണ്ടാകും. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാക്കി എന്തെങ്കിലുമൊക്കെ അടിച്ചു തൂത്തുവാരി, നമ്മുടെ വീടുകളിലൊക്കെ അടിച്ചു തൂത്തുവാരി കഴിഞ്ഞാൽ എന്തുണ്ടാകും, ക്ലീൻ ചെയ്ത മുറികളൊക്കെ ക്ലീൻ ചെയ്തു താഴോട്ട് ഇറക്കി, there will be some waste. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, we have to dispose that waste according to the strict procedures of the hospital. ഇവിടെയും ഹോസ്പിറ്റൽസിന്റെ പ്രൊസീജിയേഴ്സ് അനുസരിച്ച്, റൂൾസ് അനുസരിച്ച് എങ്ങനെയാണോ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യേണ്ടതെന്ന് അവര് എടുക്കണം. തീരുമാനത്തിനനുസരിച്ച് മാത്രമാണ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ താനും. ഓക്കെ, അല്ലാതെ തോന്നിയ പോലെ ഇങ്ങനെ കൊണ്ടുപോയി വല്ലയിടത്തൊക്കെ അടിച്ചു വാരിയോ കുന്നുകൂട്ടിയോ ഒക്കെ ഇടാൻ പാടില്ല. അതിന് സ്ട്രിക്റ്റ് പ്രൊസീജിയേഴ്സ് തന്നെ ഫോളോ ചെയ്യണം. കാരണം പരിസരത്തും ഇതിനകത്തും ആൾക്കാരാണ്, അവരൊക്കെ പേഷ്യൻസ് ആകാനുള്ള സാധ്യതയുണ്ട്. പേഷ്യൻസിന് ഇൻഫെക്ഷൻ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. ഏത് തരത്തിലുള്ള രോഗവും, നമ്മളുടെ റെസിസ്റ്റിംഗ് പവർ കുറഞ്ഞിരിക്കും. നമുക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ അപ്പൊ വഴിയെ കൂടി പോണ എല്ലാ രോഗവും വന്ന് നമ്മളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ക്ലീൻ ചെയ്യുക, വേസ്റ്റുകളൊക്കെ റൂൾസ് അനുസരിച്ച് തന്നെ അത് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഹൗസ് കീപ്പിംഗിന്റെ ജോലി. കിട്ടിയോ? ഹൗസ് കീപ്പിംഗ് കിട്ടിയോ? ഓക്കെ, സോ നിങ്ങളൊന്ന് വേഗം എഴുതി വെക്കാം. ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് എഴുതാം. ക്ലിനിക്കൽ ലബോറട്ടറി എഴുതാം. അതിനകത്ത് ആ 6 ഫീൽഡ് ഓഫ് ലാബ് ടെസ്റ്റുകളുടെ എന്ന് കുഞ്ഞു ചെറിയ എക്സ്പ്ലനേഷൻ ഒന്ന് അറിയാൻ വേണ്ടി ഒന്ന് എഴുതി വെച്ചേക്കാം. ബാക്ടീരിയോളജി ഒന്നാമത്തെ. ബാക്ടീരിയോളജി പെട്ടെന്ന് എഴുതണേ. ബാക്ടീരിയോളജി ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. റിലേറ്റ്സ് ടു ബയോളജി. Relates to biology, which is internal and
external structure. Internal and external structure. നമ്മുടെ internal and external structureമായി ബന്ധപ്പെട്ട ജീവാണുശാസ്ത്രം, അതാണ് ബാക്ടീരിയോളജി എന്ന് പറയുന്നത്. Internal and external structure. Next one, biochemistry. Biochemistry. Hyphenated ചെയ്താ chemical process. Chemical, CHEMICAL, chemical process related to living organisms. Related to living organisms. Chemical process related to living organisms. Next one, histology. Histology. Hyphenated ചെയ്ത microscopic study of മൈക്രോസ്കോപ്പിലൂടെ നോക്കി പഠിക്കുക എന്നാണ് അർത്ഥം. Microscopic study of tissues and organs. Tissues and organs. നമ്മുടെ കലകളെ കുറിച്ചിട്ട്, ആ കലയല്ല കേട്ടോ, ടിഷ്യൂ ആൻഡ് ഓർഗൻസ്, നമ്മുടെ ബോഡിയിലെ അകത്തുള്ള ഓർഗൻസിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട്. Tissues and organs. Next one, serology. 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 Antibody test. Antibody test to ascertain. ASCERTAIN. To ascertain previous viral infections. Previous viral infections. മുമ്പൊക്കെ ഉണ്ടായ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസിന്റെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ഒരു ആന്റിബോഡി ടെസ്റ്റ് ആണ് സീറോളജി. പ്രീവിയസ് വൈറൽ ഇൻഫെക്ഷൻ. നെക്സ്റ്റ് വൺ, ഹെമറ്റോളജി. നമുക്കറിയാവുന്നതാണ് ഹെമറ്റോളജി. സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ്. Study of blood and blood disorders. Cytology. Cytology. CY. Cytology. Study of cells. Study of cells. Its origin, structure, function, etc. Cell in the origin, structure, functions. Okay. Origin, structure, function, etc. Next, radiology. Radiology. നോട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിക്കാം, അവർ ഡിക്റ്റേറ്റ് ചെയ്ത് തരും. റേഡിയോളജി. റേഡിയോളജിയിൽ ഏതാ വേർഡ്? റേഡിയോഗ്രാഫി. ഫ്ലൂറോസ്കോപ്പി ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. ഫ്ലൂറോസ്കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയാ, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സ്റേ ഇമേജ് ആണ്. ഒരു മൂവി പോലെ നമ്മുടെ ശരീരത്തിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇമേജിങ് രീതിയാണ് കേട്ടാ ഫ്ലൂറോസ്കോപ്പി. ഒരു ഹൈഫനേറ്റഡ് ചെയ്ത ഇമേജിങ് that shows a continuous X-ray. To image on a monitor. കമ്പ്യൂട്ടറിലേക്ക് കാണിച്ചിട്ടേ. To image on a monitor like X-ray movie. ഒരു എക്സ്റേ മൂവി പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമേജുകളായിരിക്കും. പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വിചാരിക്കും അതൊരു ചലന സിനിമ പോലെ തോന്നും. ആ ഒരു മൂവി പോലെ, എക്സ്റേ മൂവി പോലെ തോന്നുന്ന രീതിയിലുള്ള ഒരു ഡയഗ്നോസിങ് രീതിയാണ് കേട്ടോ ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വൺ എക്കോകാർഡിയോഗ്രാം. എക്കോകാർഡിയോഗ്രാം അതുകൂടി എഴുതിയേക്കാം. എക്കോകാർഡിയോഗ്രാം using ultrasound to examine the heart. Using ultrasound to examine heart. ഓക്കെ, അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ ഉണ്ട്, അത് എഴുതാൻ സമയമില്ല, അടുത്ത ടീച്ചർ അവിടെ വെയിറ്റിംഗ് ആണ്. സോ നമുക്ക് അടുത്ത ആർക്കെങ്കിലും അത് കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണേ, ഒന്ന് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ വേണമെന്നില്ല, നെക്സ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ടായാലും മതി. ഓക്കെ.